നമസ്കാരം. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന വേളയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അക്കാലത്ത് പിടിച്ചൊലിച്ച ബാർക്കോഴ വിവാദങ്ങളിലും ഗ്രൂപ്പ് പോരുകളിലും നിർണായക വെളിപ്പെടുത്തലുകളുമായി മുൻ മന്ത്രി കെ ബാബു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ്റെ കടുംപിടുത്തങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. മാതൃഭൂമി ഓപ്പൺ ഹാർട്ട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ബാർക്കോഴ വിവാദം, VM സുധീരനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റം എന്നിവയെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് സുധീരൻ സ്വീകരിച്ചതെന്ന് കെ ബാബു പറഞ്ഞു. തൻ്റെ രാഷ്ട്രീയ പരാജയത്തിന് പിന്നിൽ സുധീരൻ്റെ ഇടപെടലുകൾക്ക് വലിയ പങ്കുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നൽകുന്നതിനെ സുധീരൻ എതിർത്തപ്പോൾ ബാബുവിനില്ലെങ്കിൽ താനുമില്ലെന്ന ഉറച്ച നിലപാടാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ബാർക്കോഴ വിവാദം കത്തിയപ്പോൾ സംസ്ഥാനത്തെ ബാറുകൾ പൂട്ടാനുള്ള നയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെളുപ്പിച്ച് തന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം എഴുതിപ്പിക്കുകയായിരുന്നുവെന്നും ബാബു വെളിപ്പെടുത്തി. ആർക്കും ബാറുകൾ പൂട്ടാൻ താല്പര്യമില്ലായിരുന്നുവെന്നും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പെട്ടെന്നുള്ള ഈ തീരുമാനം എല്ലാവരെയും ഞെട്ടിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. എക്സൈസ് വകുപ്പ് ഒഴിയാൻ താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും ഉമ്മൻചാണ്ടി അത് അനുവദിച്ചില്ല. പരേതനായ KM മാണിയുടെ ആത്മകഥയിലെ പരാമർശങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. ബാറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ താൻ കണ്ടിട്ടില്ലെന്ന് KM മാണി പറഞ്ഞപ്പോൾ താൻ ക്ഷോഭിച്ചതായും പിന്നീട് അദ്ദേഹം ആ ഫയലുകൾ കാണാതെ തന്നെ തീരുമാനമെടുത്തതായും ബാബു ആരോപിച്ചു. വിജിലൻസ് റെയ്ഡിന് പിന്നിൽ അന്നത്തെ വിജിലൻസ് മേധാവി ജേക്കബ് തോമസിന് തന്നോടുള്ള വ്യക്തിപരമായ പകയായിരുന്നു. ഈ റെയ്ഡിലൂടെ തന്നെ ഒരു അഴിമതിക്കാരനായി പൊതുസമൂഹത്തിൽ മുദ്രകുത്താനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1991 തൃപ്പൂണിത്തുറയിൽ കമ്മ്യൂണിസ്റ്റ് കോട്ട തകർത്ത് MM ലോറൻസിനെ പരാജയപ്പെടുത്തിയാണ് താൻ നിയമസഭയിലെത്തിയതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 7 തവണ മത്സരിച്ചതിൽ 6 തവണയും വിജയിച്ച താൻ ഇത്തവണ സ്വയം പിന്മാറുകയായിരുന്നു. MLA മന്ത്രിയാകാൻ വേണ്ടിയല്ല രാഷ്ട്രീയത്തിൽ വന്നതെന്നും ഇനി പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനായി തുടരാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പിന്മാറ്റത്തെ അഭിനന്ദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും യുവ നേതാക്കളുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് തനിക്ക് വിയോജിപ്പുണ്ടായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് 2 ദിവസം മുമ്പ് പാർട്ടി നേതൃത്വം ലിജുവിൻ്റെ കാര്യം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ടതില്ലെന്നാണ് താൻ മറുപടി നൽകിയതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിനായിരുന്നു വെളിപ്പെടുത്തിയത്. ലിജു മോശക്കാരനായതുകൊണ്ടല്ല ഇത്തരമൊരു നിലപാടെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലിജു മികച്ച സ്ഥാനാർത്ഥിയാണ്, എവിടെ മത്സരിച്ചാലും ജയിക്കാൻ ശേഷിയുള്ള നേതാവുമാണ്. എന്നാൽ തൃപ്പൂണിത്തുറയിൽ ലിജുവിൻ്റെ പേര് പിന്താങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. താൻ ദീപക് ജോയിയുടെ പേരാണ് നേതൃത്വത്തോട് നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നേരത്തെ ലിജുവിനോട് ഞാൻ നേരിട്ട് ചോദിച്ചിരുന്നു. എന്നാൽ അമ്പലപ്പുഴയിൽ മത്സരിക്കാനാണ് തനിക്ക് താല്പര്യമെന്നായിരുന്നു അന്ന് ലിജു നൽകിയ മറുപടിയെന്നും കെ ബാബു വ്യക്തമാക്കിയിരുന്നു. ഇത്തവണ മത്സരിക്കാൻ താൻ മാനസികമായും തയ്യാറല്ലായിരുന്നുവെന്നും സ്ഥാനാർത്ഥിത്വം വെള്ളിത്തലകിൽ വെച്ച് നീട്ടിയിട്ടും അത് നിരസിച്ചത് സ്വയം എടുത്ത സംതൃപ്തിയുള്ള തീരുമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 7 തവണ MLA ആയി മത്സരിച്ച കെ ബാബു 1 തവണ മാത്രമാണ് പരാജയപ്പെട്ടത്. തോൽവി നേരിട്ട തൃപ്പൂണിത്തുറ സീറ്റ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരിച്ചുപിടിക്കുകയും ചെയ്തു. 1989 അങ്കമാലി നഗരസഭ രൂപീകരിച്ച സമയത്ത് പ്രഥമ ചെയർമാനായിട്ടാണ് കെ ബാബു പാർലമെന്ററി രംഗത്തെത്തിയത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ എന്ന പദവിയും അദ്ദേഹത്തിനായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി AC ജോർജ് ആയിരുന്നു കെ ബാബുവിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്.